ഹായ്, ഞാൻ ദീപ. ഇന്നൊരു ക്രൂഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതുപോലെ അത് ലാക്ക് ചെയ്യുകയാണെങ്കിൽ ഫെർദർ ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതും, ഈ പാരൻ്റൽ മൈക്രോ മാനേജിങ് അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുഞ്ഞുങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് കൊണ്ടുവരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പം അവർ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രം എന്തും ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് ചോയ്സസ് കൊടുക്കണം. ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇതായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത് പോലും, നമ്മൾ അതിന് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കാനോ ഒന്നും പോരുത്. അവരുടെ ചോയ്സാണ്. ഇപ്പം നമ്മളുടെ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ചോയ്സസ് ആണ് കാണിക്കുന്നതെങ്കിൽ അവർ പറയും ഇതാണെന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് അവർക്കൊരു ഇൻഡിപെൻഡൻസ് വേണം. അവരായിട്ട് സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സാണ്, അവരായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് എന്നൊരു തോന്നൽ അവർക്ക് വേണം. അല്ലാതെ വേറൊരാൾ അവരെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളല്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടാവണം. അപ്പോൾ അത് കുഞ്ഞിലെ തൊട്ട് തുടങ്ങണം. ഇപ്പം ഏത് സ്ലൈഡാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റെ മക്കൾ കംപ്ലീറ്റ്ലി അവരുടെ ചോയ്സിലാണ് നടക്കുന്നത്. അപ്പം നമുക്കും ആസ് എ പാരന്റ് എന്താണ്, നമുക്കത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല എൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വെമ്പൽ, ഒരു ത്വര ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യുക തന്നെ വേണം. ഇനി അവരെടുക്കുന്ന തീരുമാനങ്ങൾ മിക്കതും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പം ഈ ശരിയാവാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ക്ഷമ കാണിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങളിലെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ പറയുകയാണ് ഒരു കാര്യം നമുക്ക് ഇത് ഇഷ്ടമല്ല, ഞാൻ വേണ്ട, ഒരു പ്ലെയിൻ യെസ് ഓർ നോ പറയുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടാണ് ഞാൻ ഇത് യെസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഞാൻ നോ പറഞ്ഞത് എന്നുള്ളത് അവർക്കൊരു ക്ലാരിറ്റി കിട്ടണം. അതുപോലെ അവരുടെ ഡിസിഷൻ, അതിൻ്റെ കോൺസിക്വൻസസ് അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നുള്ളൊരു മനസ്സിലാക്കി കൊടുക്കലൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സേ ഇപ്പം അവരുടെ പോക്കറ്റ് മണി കംപ്ലീറ്റ്ലി അവരൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പറയാം, ഓക്കെ, പോക്കറ്റ് മണി ഇനി തിരിച്ച് ഗ്രോ ചെയ്യണമെങ്കിൽ അത് അതിൻ്റെതായ പേസിൽ മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പം നീ ഇത് കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാൽ അല്ലെങ്കിൽ മിസ്സാവുന്ന ഒരു അവസരം വരുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം അത് നീ അത് നീ ആ ഒരു കോൺസിക്വൻസ് എന്താണോ അത് നീ തന്നെ സഫർ ചെയ്യേണ്ട കാര്യമാണ്. അത് ഗുഡ് ഓർ ബാഡ് നീ തന്നെ സഫർ ചെയ്യണം ഈ ഡിസിഷൻ കാരണം. പിന്നെ നമ്മുടെ ഒപ്പീനിയൻ എന്താണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെലവഴിക്കണം എന്നാണോ എന്നുള്ള നമ്മുടെ ഒരു ഒപ്പീനിയനും പറയാം, ഇതിൻ്റെ കോൺസിക്വൻസും പറയാം. പിന്നെ ഡിസിഷൻ ഈസ് അപ് ടു ദം. അപ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കുകയാണ്, അവർ കംപ്ലീറ്റ്ലി ആ പോക്കറ്റ് മണി ചെലവാക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലെറ്റ് ദം സഫർ. ഇനി അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, അവർക്ക് അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത് മേടിക്കാൻ പറ്റിയില്ല, നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഉള്ള ഡിസിഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ അവർക്ക് വഴിയെ കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ യെസ് പറയുന്നത്, എന്തുകൊണ്ടാണ് നോ പറയുന്നത് എന്നുള്ളതും. പിന്നെ അത് ആ രീതിയിൽ തന്നെ പോകണം. അല്ലാതെ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. നീ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ എന്ന് വളരെ കാമായിട്ട് പറയണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നീട് ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർ പേടിക്കും. ഫെയിൽ ആയി പോകുമോ, ഞാൻ എടുത്ത് തെറ്റിപ്പോയല്ലോ. അപ്പം നമുക്ക് പറയാം, ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ നമ്മുടെ യെസ് ഓർ നോയ്ക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുവാണല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ യെസ് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഇവർക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിലൊരു മെച്യൂരിറ്റി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കോൺസിക്വൻസസ് ആരാണോ ഡിസിഷൻ എടുക്കുന്നത് അവർ തന്നെയാണ് സഫർ ചെയ്യേണ്ടത്. അപ്പം ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുവാണെങ്കിലും അതിനകത്ത് ഫെയിലിയർ സംഭവിക്കാം. അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ കാമായിട്ട് അത് ഡീൽ ചെയ്യണം. അല്ലെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, ഫെയിലിയർ ഒക്കെ സംഭവിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഡീൽ ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ. അല്ലെങ്കിൽ മുതിർന്നവരെന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പിള്ളേരോട് പറയാറില്ല എന്തുകൊണ്ട് നമ്മൾ ഈ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ലോൺ മാറ്റിയിട്ട് നമ്മളല്ലാണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മളൊരു സാധനം മേടിക്കുന്നു. അപ്പോൾ അതിന് ആ ഡിസിഷൻ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. പറഞ്ഞു കൊടുക്കാതെ ഇവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുപോലെ ഉള്ള ചെറിയ നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് ഉൾപ്പെടെ ഇപ്പോൾ ഇവർ ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യമായാലും ഒരു വൺ ടൈം ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ട് ഉള്ളൊരു വൺ ടൈം ഡ്രസ്സിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നത് വേർത്താണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ഇതിൽ ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്യാമല്ല, അപ്പോൾ അത് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പിന്നീട് ഫർദർ പുതിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നേരത്ത് ഇതൊക്കെ അവർക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അമ്മ ഡിസിഷൻ എടുത്തത്, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇന്നൊക്കെ ചിന്തിക്കാം. അല്ലാതെ നമ്മൾ ക്ലിയർ കട്ടായിട്ട് നോ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആവും. എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം കോൺസിക്വൻസും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും എക്സ്പ്ലനേഷനും കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്.
അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് പ്രാപ്തരാക്കി കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുക. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പൊ അവരൊരു യെസ് ഓർ നോ പറഞ്ഞാൽ പോലും മോളെ ഇതിനേക്കാട്ടിൽ ഇതല്ലേ നല്ലത് എന്നൊന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒരു മാറ്റം ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നമ്മൾ നടത്തും. തീരെ പൊടിയായിരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പം ഒരു കിണറ്റി ചാടണോ എന്ന് പറയുമ്പോൾ നമ്മൾ ചാടാൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ കുറച്ച് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഇവൻ അവരുടെ ഡിസിഷനിൽ നമ്മുടെ ഒരു ഇമ്പാക്ട് എന്തായാലും കാണും. പക്ഷെ വളരെയും തോറും ഇപ്പൊ ഒരു ടീനേജ് പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഗൈഡൻസ് മാത്രമേ കൊടുക്കാറുള്ളൂ, ഒരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ് മാത്രം. ഇൻഡിപെൻഡൻസ് അവരുടെ സൈഡിലാണ്. ഡിസിഷൻ മേക്കിങ്ങിലെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കടക്കണം ഒരു ടീനേജ് പ്രായം എത്തുമ്പം. ഇപ്പം ടീനേജിലാകുമ്പോഴത്തേക്കും ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആവട്ടെ, അപ്പം അവളുടെ ഇപ്പൊ ഞാൻ എൻ്റെ മോളെ വെച്ചിട്ടാണ് ഈ അവളുടെ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഒരു എക്സാം ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിനക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ്, നീ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? അപ്പോൾ എക്സാം നമ്മൾ സ്കിപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ എക്സാമിന് പഠിക്കാതെ പോയാൽ മാത്രമേ നമുക്ക് ഇതിന് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഏതാണ് ഇമ്പോർട്ടൻസ്, എന്താണ് നമുക്കിപ്പം കളയാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് അവർ തന്നെ ഡിസിഷൻ എടുക്കട്ടെ എന്ന് കരുതണം. അതിൻ്റെ കോൺസിക്വൻസസ് അവർ തന്നെയാണല്ലോ എടുക്കാൻ പോകുന്നത്. അപ്പം അതിന് നമ്മൾ സപ്പോർട്ട് നിൽക്കും. ഓക്കെ, വാട്ട് എവർ കംസ് നമ്മൾ നിനക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും, യു ടേക്ക് യുവർ ഡിസിഷൻ എന്നൊരു ഗൈഡൻസ് ആണ് നമ്മൾ കുറച്ചും കൂടെ മുതിരുമ്പം കൊടുക്കാനായിട്ട് നോക്കേണ്ടത്. അല്ലാതെ അതിനകത്തൊരു മൈക്രോ മാനേജ്മെന്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പരിധി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു 10-12 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർ തന്നെ ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയും നാൾ നമ്മൾ വളർത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇപ്പം തെറ്റായാലും ശരിയായാലും നമ്മൾ അവരുടെ സൈഡ് നിൽക്കുക എന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല, ആ ചോയ്സ് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിരുന്നു എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു മുതിരുമ്പോൾ അവരുടെ ആ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് മാറി നിന്ന് വാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യത്തിന് ഗൈഡൻസും, ഭയങ്കരമായ ഒരു മോശം സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമ്മളൊരു സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നേരത്ത് ഒരു പ്രവൃത്തി പരിചയം പോലെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓരോരോ തീരുമാനങ്ങൾ എന്തുകൊണ്ട് യെസ് എന്തുകൊണ്ട് നോ പറയുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഇവർക്ക് മനസ്സിലാകാനാണ് നമ്മൾ അത്രയും നാൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അവർക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഒരു ടീനേജ് പ്രായത്തിൽ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വീട്ടിലും 1-2 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഈ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം നമ്മളുടെയൊക്കെ കാലത്ത് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നുകൊണ്ടും പിള്ളേർക്ക് കോൺസ്റ്റന്റ് കെയർ കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സമയമോ സാഹചര്യമോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കാനൊക്കെ. ഇപ്പം കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയുടെയും ലാപ്ടോപ്പിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ഒരു അഡിക്ഷൻ കാരണം ഇവർ കൂടുതലും ഒബ്സർവ് ചെയ്യുന്നില്ല പല കാര്യങ്ങളും. അപ്പോൾ ഒബ്സർവ് ചെയ്യാത്തടത്തല്ല, അതായത് നമ്മുടെ ഒരു കാലഘട്ടത്തെ ഒബ്സർവേഷൻ പോലെ ഈ പിള്ളേർക്ക് ഒബ്സർവേഷൻ സ്കിൽ ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ മൂത്തയാളെക്കാളും രണ്ടാമത്തെ ആൾ കുറച്ചും കൂടെ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നതും പഠിക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം മൂത്തയാളെ നമ്മൾ ഭയങ്കരമായിട്ടായിരിക്കും കെയർ ചെയ്യുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും, A to Z കാര്യങ്ങൾ നമ്മൾ അവനെ കൈപിടിച്ച് നടത്തും. പക്ഷെ രണ്ടാമത്തെ ആളെ നമുക്ക് നോക്കാനുള്ള അന്നേരം നമ്മുടെ പ്രായം അതായിരിക്കത്തില്ല, നമുക്ക് ലൈഫിലെ കുറേയധികം സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അന്നേരം നമ്മൾ ഇളയ ആളെ കുറച്ചൊന്ന് തഴയും. പക്ഷെ അപ്പം ഈ തഴയപ്പെടുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിജീവനത്തിന് വേണ്ടി അത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്വര ആ കുഞ്ഞിനായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും കുറച്ചും കൂടെ ബുദ്ധി വിവേകമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ മൂത്ത ആൾക്കാരെ കടിഞ്ഞൂൽ പൊട്ടി എന്നൊക്കെയാണ് വിളിക്കാറ്. എന്നെ എല്ലാവരും കടിഞ്ഞൂൽ പൊട്ടി എന്നാണ് വിളിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലായിടത്തും അത് ശരിയാവണമെന്നൊന്നുമില്ല. എങ്കിലും പൊതുവെ നമ്മൾ ആരും അങ്ങനെ നോക്കാനില്ലെങ്കിൽ കുറച്ചും കൂടെ കേപ്പബിൾ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ജനറേഷനിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പം 2 പേരെ ഉള്ളെങ്കിൽ 2 പേരെയും ഭയങ്കരമായ കെയർ കൊടുത്താണ്. അതായത് ഇപ്പം പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ നടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പം അത് കമ്പയർ ടു നമ്മുടെ മക്കളെ നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു പേടി കാരണം നമുക്ക് അവസാനം ഇവരെ എല്ലാ കാര്യത്തിനും കൊണ്ടുപോയി ഒരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. അപ്പം ആ പേടി എന്നൊക്കെ ഞാനിപ്പോൾ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആർക്കും തന്നെ ഇല്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അവർക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരുടെ കോൺഫിഡൻസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവണം.
അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനൊരു എഫേർട്ട് ഇട്ട് നമ്മൾ ഇവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെയായിരിക്കും. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇവരെ അങ്ങോട്ട് തനിയെ വിടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 10-18 വയസ്സ് വരെ നമ്മൾ കാര്യമായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഫോം ഫില്ല് ചെയ്യുന്നതാവട്ടെ, ഇവർ ഏത് കോഴ്സിന് പഠിക്കണം എന്ന് ചിന്തിക്കുന്നതാവട്ടെ, ഇവർ ഏത് ഡ്രസ്സ് ഇടണം, ഏത് ബൈക്ക് വാങ്ങിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ കയറി ഇടപെട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അത്ര റിബലായിട്ടുള്ള പിള്ളേരൊക്കെയാണ് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് പൊക്കോളും. പക്ഷെ അല്ലാത്ത പിള്ളേരെല്ലാം നമ്മൾ പറയുന്ന തന്നെ കേട്ടോണ്ടിരുന്നതുകൊണ്ട് പിന്നെ ഒരു 18-ാമത്തെ വയസ്സിലോ 20-ാമത്തെ വയസ്സിലോ നമ്മൾ അവരോട് പറയണം, പോയിക്കോ അവിടെ പോയിട്ട് പഠിച്ചോ, അല്ലെങ്കിൽ ഇന്നടുത്ത് ജോലിക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ആ ജോലിയിലൊക്കെ പോയിട്ട് ശോഭിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോഴും വിളിക്കും, അമ്മേ ഇതൊന്ന് പറഞ്ഞു തരൂ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും. അപ്പം ഇടയ്ക്ക് മുറിക്കും വിളിക്കുന്ന പോലെയല്ല, കോൺസ്റ്റന്റ് ആയിട്ട് അവരുടെ എല്ലാ ഡിസിഷനും നമ്മൾ തന്നെ പിന്നീട് എടുത്ത് കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അവരുടെ ഒരു ലൈഫ് ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിലേക്ക് പോകും. അവർക്ക് ഒന്നിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ ആ ഉള്ള ഒരു ഫിയർ ഓഫ് ഫെയിലിയർ അത് ഭയങ്കരമായിട്ട് അവർക്ക് കാണും. അതിന്റെ പുറകെ തന്നെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ പാരന്റൽ മൈക്രോ മാനേജ്മെന്റ് ഉണ്ടല്ലോ, എന്തും ഏതും ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഓരോ സ്റ്റെപ്സിനും പുറകെ നമ്മൾ തന്നെ പുറകെ പോയിട്ട് ഇത് ചെയ്യടാ അത് ചെയ്യടാ, അല്ലെങ്കിൽ മോളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനല്ല, നീ ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഇത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഓരോരോ ചെറിയ കാര്യത്തിന് നമ്മൾ പുറകെ നടന്ന് ഈ മൈക്രോ മാനേജ് ചെയ്യുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ടാവുകയാണ്. അപ്പോൾ ഒരു കാലം കഴിഞ്ഞ് ഈ മാതാപിതാക്കളുടെ ഒരു കാലം കഴിയുമ്പോൾ ഇവരിത് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നതെന്ന് മിക്കവരും റിയലൈസ് ചെയ്യത്തില്ല. അപ്പൊ എന്താ, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഈവൻ ഇപ്പം ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവരിനി ഒന്ന് അടുത്ത ഒരു പാർട്ട്ണറുമായിട്ടുള്ള ലൈഫിലോട്ട് പോകുമ്പോൾ തന്നെ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും. സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ പേരൻസിന്റെ സൈഡിൽ നിന്ന് ഉള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കംപ്ലീറ്റ്ലി എടുത്ത് പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിന് അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരി അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഒന്നും ഇല്ല. അവരുടെ ഡിസിഷൻ ഇനി എടുക്കാൻ പോകുന്ന ഇനി അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പം അത് കൂടുതലും പെൺകുട്ടികളാണ് കാണുന്നതെങ്കിലും ആൺകുട്ടികളിലും ഈ ഒരു പ്രശ്നമുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ പെൺകുട്ടികൾക്കുള്ളതിനേക്കാട്ടിലും ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഇഷ്യൂ വരികയാണ്. ആ ഒരു കോൺഫിഡൻസ് കുറവ് വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ ഒരു സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മൈക്രോ മാനേജ്മെന്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരൻസ് ചെയ്യേണ്ടതും റിയലൈസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം. ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ പാരൻസിന്റെ ഒരു കാലം കഴിയുമ്പോൾ അവർക്ക് എന്താണ് ഈ ഒരു ഇമ്പോസ്ഡ് ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഒരു സമയത്ത് ഇപ്പൊ പാരൻസിന്റെ ഒക്കെ കാലം കഴിയാന്ന് പറയുമ്പോൾ ഒരു 10-30 വയസ്സിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷമാണ് പാരൻസിന്റെ ഒരു അഭാവത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ഒക്കെ അവർക്ക് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത് പിന്നെ ഒരു സ്ട്രെസ്സായി, ആൻസൈറ്റി ആയി, ഒത്തിരി അധികം വേറെ പ്രശ്നങ്ങളായി അവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ആയിട്ട് പോകും. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളത് കാര്യമായിട്ട് തന്നെ എടുക്കണം. കുഞ്ഞിലെ തന്നെ കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അല്പം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു പരുവത്തിലാക്കി എടുക്കുക എന്നുള്ളത് പാരൻസിൻ്റെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അവരുടെ ലൈഫിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരണം, കുഞ്ഞിലെ തന്നെ കൊണ്ടുവരണം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ, ലാക്ക് ഓഫ് കോൺഫിഡൻസും ഫിയർ ഓഫ് ഫെയിലിയറും ആണ് ഭാവിയിൽ ഇവർക്ക് നമ്മളെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിൽ ഒരു തീരുമാനമാക്കാതെ വിട്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു ബാലൻസ് കൊണ്ടുവരികയാണ്. അതായത് അവരുടെ ചോയ്സസ്, അവരുടെ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവരിക, അവരുടെ ചോയ്സസും പിന്നെ നമ്മളുടെ ഒരു ഗൈഡൻസിന്റെയും സപ്പോർട്ടിന്റെയും ഒരു ബാലൻസ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. കംപ്ലീറ്റ്ലി നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവർ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായി മാറും. അപ്പൊ അതിനിട വരുത്താതെ നമ്മൾ കുഞ്ഞിലെ ആകുമ്പം നമുക്ക് എന്താണ്, പാരൻസിന് എപ്പോഴും മക്കൾ കുഞ്ഞു പിള്ളേർ തന്നെയാണ്. അവരിപ്പോൾ 10-80 വയസ്സുണ്ടെങ്കിലും അവർ കുഞ്ഞു പിള്ളേർ തന്നെയാണ് നമുക്ക്. പക്ഷെ അങ്ങനെ നമ്മൾ ഇവരെ എന്താണ് ആടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് ജീവിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് അഴിച്ചു വിടുക, സപ്പോർട്ടും ഗൈഡൻസും മാത്രം കൊടുത്ത് മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക. അവർ അവരുടേതായ ഡിസിഷൻസ് എടുക്കട്ടെ, അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.